പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പം ഇനി സ്കൂളിലാക്കാറ് നമ്മളിപ്പോൾ ഒരു 200 സമൂസ ചുറ്റി കൊടുക്കാറുണ്ടായിരുന്നു. എൻ്റെ വാപ്പാടാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് അത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് ഇവിടെ നിന്ന് ഉള്ളി ഒലിക്കുന്നത് ഗ്യാസ്. അപ്പോൾ ഒരാളവിടെ ഉള്ളി അരിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്നിട്ട് ഉള്ളി അരിഞ്ഞ് ശേഷമുള്ളത് കാണാം ഗ്യാസ്. ഇവിടെ എന്തൊക്കെ വേവിക്കുന്ന ഗ്യാസ് ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ ഗ്യാസ്. അതുകൊണ്ടാണ് എനിക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമായിരുന്നു ഗ്യാസ്. ഒരാൾ എത്ര ഉള്ളി ഇരിക്കുന്നു നോക്കിയാണ് ഗ്യാസ്. അവിടെ എന്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ എന്തെങ്കിലും അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കപ്പോൾ ഇതൊക്കെ തീർന്നതിന് ശേഷമുള്ളത് കാണാം ഗ്യാസ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഇതാണ് വിക്സിൻ്റെ ഹിന്നലാണ്. എനിക്ക് ജലദോഷമാണ് ഗ്യാസ്. ഞാൻ ഇത് വാങ്ങുന്നതിൻ്റെ മെയിൻ കാരണം. എനിക്കിത് വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ജലദോഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് വാങ്ങി. ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാമൂന്ന് വിറക് തട്ടിയിടുന്നു. തോളി എടുത്തിട്ട് എന്നിട്ട് വിറക് തട്ടിയിടുന്നു. എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്കൊന്ന് വിറക് ഇരിക്കാനാണെന്ന് തോന്നുന്നു. അത് തീരുമ്പോൾ വിറക് ഇട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഗ്യാസ്. വിറക് ഇട്ട് കൊടുക്കാനാണെന്ന് തോന്നുന്നു ഗ്യാസ്. ഇപ്പോൾ 3 ഗ്യാസ് ചുറ്റി ഗ്യാസ്. 4 ഗ്യാസ് ചുറ്റിയാണ് ഗ്യാസ്. 4 ഗ്യാസ് ചുറ്റി. ഇത്രയും ഗ്യാസ് ചുറ്റി എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗ്യാസ്. ഷെഡാണ് ഗ്യാസ്. ഷെഡിലാണ് ഇത് പാചകമൊക്കെ ചെയ്യുന്നത് ഗ്യാസ്. അപ്പോൾ നല്ലൊരു ഷെഡാണ്. അത്യാവശ്യം വിലക്കൊക്കെ നിൽക്കാൻ പറ്റും ഗ്യാസ്. ഞാൻ വെളിയിൽ നിന്ന് നടത്തിയപ്പോൾ ഈ റൈറ്റ് രീതിയായിരുന്നു ഗ്യാസ്. എന്തിനാണെന്നൊരു പേടത്തല്ല, എന്തിനാണെന്ന് പറഞ്ഞൂടാ ഗ്യാസ്. ഞാൻ അവിടെ നിന്ന് തന്നെ കാല് കഴിച്ച് ഗ്യാസ്. അപ്പം ഞാൻ സ്കൂട്ടി കയറി ഇവിടെ ഇരിക്കുകയാണ് ഗ്യാസ്. ഇവിടെ കയറിയിരിക്കണം. അപ്പോൾ അകത്ത് പാചകം നടക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അകത്ത് പാചകം നടക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇരുന്നതിന് ശേഷമുള്ള വീഡിയോ കാണാം ഗൈസ്. കഴിക്കുന്നതുകൊണ്ടാണ് ഗൈസ്. വീണ്ടും അകത്ത് കയറി പോയപ്പോൾ ഉണ്ടല്ലേ ഗൈസ്, ഉള്ളി അരിയുന്നുണ്ട്. എനിക്ക് കണ്ണെന്ന് ഇരുന്ന് എല്ലാം കൂടെ കൊണ്ടങ്ങ് നീറ്റി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ആ സ്കൂട്ടിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ആ സവാള കട്ട് ചെയ്ത് തീർന്നിട്ട് വേണം ഗൈസ് ഇനി എനിക്ക് പോകാൻ. കാരണം ഭയങ്കര എരിവ്. ഞാൻ വെളിയിൽ പോയിരുന്നപ്പോഴത്തേക്ക് ഇത് തൊലിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ കാണാം ഗൈസ്. സമൂസയായിട്ട് ചിക്കൻ അവിക്കുകയാണ് ഗൈസ്. ഇവിടെ നല്ല ചൂടാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ചിക്കൻ അവിച്ചതിന് ശേഷമുള്ള വീഡിയോ കാണാം ഗൈസ്. ഉപ്പൊടിയിട്ടാണ് ഗൈസ് വേവിക്കുന്നത്. നേരത്തെ ഉപ്പ് മാത്രമുള്ള ഉപ്പും വെള്ളവും മാത്രമല്ല, ഇപ്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് ഗൈസ്. നമ്മൾ അവിടെ നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു ക്യാരറ്റും ഇഞ്ചിയും മല്ലിച്ചപ്പൊക്കെ വാങ്ങാൻ പോകുന്നത് ഗൈസ്. ഞാൻ മല്ലിച്ചപ്പൊക്കെ വാങ്ങാൻ വന്ന കട ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ചന്തയിലാണ് ഗൈസ് ഞാൻ മല്ലിച്ചപ്പൊക്കെ വാങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ മല്ലിച്ചപ്പൊക്കെ വാങ്ങി തീർന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മൾ ഈ ക്യാരറ്റൊക്കെ വാങ്ങി ഷെഡിലെത്തി ഗൈസ്. ഇനി നമുക്ക് ഈ ക്യാരറ്റൊക്കെ അരിയുന്ന വീഡിയോ കാണാം ഗൈസ്. കാരണം ഉള്ളിയൊക്കെ അരിഞ്ഞ് കുറച്ച് സമയമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുകയാണ്. ഉള്ളി അരിയുന്നത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഉള്ളി അരിയുന്നത് വേറെ ആരുമല്ല ഗൈസ്, എൻ്റെ മൂത്താപ്പായാണ് ഗൈസ്. അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ അടുത്ത ദിവസം അരിയാണ് ഗൈസ്. ഇത്ര ഉള്ളി ഇനി അരിയാൻ നമുക്കിനി അരിഞ്ഞതിന് ശേഷമുള്ളതാണ് ഗൈസ്. സാധനങ്ങളൊക്കെ വെക്കുന്നതെന്ന് ഇത് ഫസ്റ്റ് റൂമാണ് ഗൈസ്. പിന്നെ വേറൊരു റൂമുണ്ട് ഗൈസ്, അത് ഞാൻ കാണിച്ചു തരാം. ആ റൂം കാരണം ഇവിടെ ബേസനൊക്കെ ഉണ്ട് ഗൈസ്. ബേസനൊക്കെ വയ്ക്കുന്ന റൂമാണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അവിച്ച ചിക്കൻ ഇനി പിച്ചിടാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ ഇനി പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ കാണാം ഗൈസ്. പിന്നെ ഉള്ളിക്ക് മുളക്, പിന്നെ ഉണ്ടമുളക് കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ സമൂസ പൊരിക്കാനാണ് ഗൈസ് വന്നത്. അപ്പോൾ നമുക്കിനി ഇത്രയും ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. മുളക്, ഉണ്ടമുളക്, ഉള്ളി പല ഷേപ്പിലാണ് ഗൈസ് കഴിഞ്ഞിരിക്കുന്നത്. എന്തരാണെന്ന് അറിയാൻ വയ്യ ഗൈസ്. ഇരുന്ന് ക്യാരറ്റ് വാങ്ങിയിട്ട് വന്ന ക്യാരറ്റ് അരിയാണ് ഗൈസ്. ഇതാണ്ട ക്യാരറ്റ് ക്യാരറ്റും കുനുകുന, ഉള്ളിയും കുനുകുന, എല്ലാം കുനുകുനയാണ് ഗൈസ്. നമ്മൾ മറ്റേ ചിക്കനും നുള്ളി ഇട്ട് അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾക്ക് ഉള്ളിലിട്ട് ഞാൻ കാണിച്ചു തരുന്നില്ല ഗൈസ്. കാണിച്ചു തരാം. എന്താ ഈ കോലമായി ഗൈസ്. നുള്ളി ഇത്രയാക്കി ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമുക്കിനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളത് കാണാം ഗൈസ്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് എല്ലാം ഉണ്ട് ഗൈസ്. എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ക്യാരറ്റ്, ഉള്ളി, മല്ലിച്ചപ്പ്. ഇനി മല്ലിച്ചപ്പ് കുഞ്ഞിനരി, മുളകുണ്ട് ഗൈസ്. മുളക് അരച്ച കഴിഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി ലീഫ് ചുറ്റുന്ന കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും ഗൈസ് ഇടുന്നത്. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കുന്ന വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് മസാല ഉണ്ടാക്കുന്ന ആൾ. ഇപ്പോൾ മസാല ആയി ഗൈസ്. ഇതാണ് ഗൈസ് മസാല. അപ്പം മസാല ചുറ്റുന്ന വീഡിയോ ആണ് ഗൈസ്.
നമ്മൾ സമൂസയൊക്കെ പൊരിച്ചിട്ട് കേസ് ഇപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സമൂസ പൊരിക്കാനാണ് കേസ് വന്നത്. ഇത് പിന്നെ ഉണ്ടല്ലോ കേസ് നമ്മളെ എന്തൊരു ബെറോട്ടൊക്കെയാണ് കേസ്. ഇതുണ്ട് ഞാൻ തൊട്ട് നോക്കിയാണ് കേസ്. നല്ല സുഖമാണ്, നല്ല രസമുണ്ട് കേസ്. തൊടുമ്പോൾ അമ്മയും പോകും, തൊടുമ്പോൾ ആകും, പിന്നെ പൊങ്ങി വരും. അപ്പോൾ നമുക്കിനി അടുത്ത സമൂസ പൊരിക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേസ്. നിങ്ങൾക്ക് സമൂസ ചുറ്റി വെച്ചേക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേസ്. ഇവിടെ എൻ്റെ സമൂസ ചുറ്റി വെച്ചേക്കുന്നത് ഇതുണ്ടാകും. ഇതാണ് സമൂസ ചുറ്റി വെച്ചേക്കുന്നത്. അടുത്ത സമൂസ ചുറ്റുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഇപ്പോൾ മസാല ചുറ്റുന്ന കാണിച്ചു തരാം ഗൈസ്. ഇതുണ്ടോ ഗൈസ്, അങ്ങനെയാണ് ഗൈസ് മസാല ലീഫിൽ ചുറ്റുന്നത് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ചുറ്റി തീരുന്നതിന് ശേഷമുള്ള വീഡിയോ കാണാം ഗൈസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. 250 പോലീസ് കൊടുത്തേക്കും. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഗൈസ്.